ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ മന്ത്രിക്കെന്ന് നോക്കാം. സ്വയം അവർക്കെതിരായി തന്നെ അത് വന്ന് തിരിഞ്ഞുകൊള്ളുന്ന രൂപത്തിലേക്കാണ് ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ഇപ്പം എന്നാ സ്വർണ്ണക്കേസിനെ കുറിച്ച് നിങ്ങൾ ആരും ചോദിക്കാത്തത്? ഇപ്പൊ SIT വളരെ ഭംഗിയായിട്ട് ഇപ്പൊ ബെല്ലാരിയിലുണ്ടല്ലോ. ശബരിമല വീണ്ടും പോയി നോക്കി. ഇപ്പോ അടുത്ത FIR-ന് വേണ്ടി ഉള്ള മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഉന്നതമായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തി വലിയൊരു ടീം കോടതി ഇപ്പോൾ ഫോം ചെയ്തിരിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തിരിക്കുന്നു വിജിലൻസ്. ആ ടീം അന്വേഷണം ആരംഭിക്കുന്നു. കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊടിമരത്തിന് ചെതലുകൾ ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് വലിയ അത്ഭുതമല്ലേ? ആ അത്ഭുതത്തെക്കുറിച്ച് തന്നെ വാചാലമായി ആരും ചോദിക്കാത്തത്. അതിൻ്റെ അന്വേഷണം വരുന്നു. കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന 30 ദിവസത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസിനോട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ബാക്കി കേസുകളും കാര്യങ്ങളും വരുന്നു. എന്നാൽ പുറത്തു വരട്ടെ. അതിന് പിരിച്ച കാശ് ഇവിടെ, അതിന് വാങ്ങിച്ച സ്വർണ്ണം ഇവിടെ, ഇതൊക്കെ കോടതി ചോദിച്ചല്ലോ. അതല്ലേ ഇപ്പൊ നമ്മൾ ചർച്ചയാവേണ്ട വിഷയം. ആദ്യം ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ ഞാനായിരുന്നു ഇതിന് മറുപടി പറഞ്ഞത്. ഇത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഒരു SIT നിയോഗിച്ചിരിക്കുന്നു. ഞങ്ങളും ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം എഴുതി കൊടുത്തു. ഈ സംഭവം ഉണ്ടായപ്പോഴേ ഇത് സമഗ്രമായ അന്വേഷണം വേണം. ഒന്നുകിൽ പോലീസ്, ലോക്കൽ പോലീസ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലീസ്, അതല്ലെങ്കിൽ വിജിലൻസ്, ഇതിലെ ഉന്നത ടീം കോടതി മേൽനോട്ടത്തിൽ നടക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയവരാണ്. ബഹുമാനപ്പെട്ട കോടതി അക്കാര്യത്തിൽ നല്ല തീരുമാനമാണ് എടുത്തത്. ആ SIT വെച്ചപ്പോൾ ഇവരെല്ലാം ആർക്കും വിശ്വാസമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം മറ്റൊരു വിധത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും? ഇതുവരെ ഒരു റിപ്പോർട്ടും ഗവൺമെന്റിന് SIT കൊടുത്തില്ല. മുഴുവൻ കൊടുത്തത് കോടതിയിലാണ്. കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ, വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല. അതും അടച്ചിട്ട കോടതിയിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വാദങ്ങളും അതുപോലെ റിപ്പോർട്ട് സമർപ്പണം എല്ലാം നടക്കുന്നത്. അങ്ങനെ നടന്ന് ഈ കേസിന്റെ മറ്റു രൂപത്തിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതുവരെ ഉത്തരം പറഞ്ഞല്ലോ. ആ ചോദ്യം ഇതായിരുന്നു: ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി Z കാറ്റഗറിയിൽ സുരക്ഷാ സംവിധാനമുള്ള ലീഡറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ ഇവിടെ വന്ന് പരാതി പറഞ്ഞു. വേറെ മുഖ്യമന്ത്രിമാർക്ക് ഇത് കിട്ടാതെ വന്നവർ BJP പോയി. ആ വീട്ടിൽ ഒന്നിലധികം പ്രാവശ്യം ഈ സ്വർണം കെട്ട പോറ്റി, സ്വർണം വാങ്ങിയ ഗോവർദ്ധനും, അതുപോലെ തന്നെ മദ്രാസിലെ ഇത് ഒരുക്കുന്നവനും എല്ലാം ചേർന്ന് പോവുകയും ആ കൂട്ടത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും രണ്ടുപേരും MP-മാരാണ്. ഇവരും ചേർന്നുള്ള ചിത്രം ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് ഒരു വരിയും എന്തായാലും മന്ത്രി പറയുന്നില്ല. അതിനു പകരം സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ, കൊടിമരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മാത്രമേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതി ഇപ്പോൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനെ അന്വേഷണത്തിന് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ പണങ്ങൾ, ആ കോടികൾ ആരടയ്ക്കും? സർക്കാർ അടയ്ക്കുമോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്.